എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശന നടപടികളുമായിട്ട് വിവിധ യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അപേക്ഷ നൽകാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് ആയാലും മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിലിട്ട സിഗ്നേച്ചറാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസാണ്. വിവിധ യൂണിവേഴ്സിറ്റികൾ അനുസരിച്ച് ആ ഒരു ഫീസിൽ വ്യത്യസ്തമുണ്ട്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം 600 രൂപയാണ് വരുന്നത്. MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം 470 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മഹാരാജാസ് കോളേജ് ആണെങ്കിൽ 100 രൂപയാണ് വരുന്നത്. അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജും ഫീസ് നോക്കുന്ന സമയത്ത് വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഫീസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചും ആ ഒരു ഫീസിൽ വ്യത്യാസമുണ്ടാകും. SC ST കാൻഡിഡേറ്റ്സിന് ഫീസിൽ ഇളവ് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID എന്നിവയാണ്. മൊബൈൽ നമ്പർ നൽകുമ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കട്ടായി പോകുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ SMS വരാത്ത നമ്പറോ നൽകാനായിട്ട് പാടുള്ളതല്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ ആരുടെയെങ്കിലും നമ്പർ കൊണ്ടുപോയിട്ട് കൊടുക്കും, പിന്നീട് OTP വരുന്ന സമയത്ത് അതൊരു പ്രോബ്ലം ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ, അതായത് EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതായത് ജനറൽ കാറ്റഗറിയിൽ EWS സർട്ടിഫിക്കറ്റ്, അത് സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SC BC അതുപോലെ തന്നെ OEC കാറ്റഗറിയിൽ, അതായത് OBC കാറ്റഗറിയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. SC ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിവിധമായിട്ടുള്ള അതായത് ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് NCC NSS അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് +1 തല നേട്ടങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ രാജ്യ പുരസ്കാർ, അതുപോലെ നന്മമുദ്ര സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ വിമുക്ത ഭടൻ, ജവാന്മാർ എന്നീ വിഭാഗത്തിലുള്ള ബോണസ് മാർക്കിന് ആർമി, നേവി, അതുപോലെ എയർഫോഴ്സ് വിഭാഗങ്ങളിൽ മാത്രമേ അർഹതയുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിനനുസരിച്ച് ഓരോ രീതിയിൽ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് 40% കുറയാതെ അംഗവൈകല്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസർവേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് ബോണസ് പോയിൻ്റ് അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ളത്, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോവേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും അപേക്ഷ നൽകാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റും, അതുപോലെ നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID, അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ സാമ്പത്തിക സംവരണം ഫീസ് ആനുകൂല്യം വേണ്ടവർ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ റിസർവേഷൻ ഡോക്യുമെൻറ്റിൽ SC BC അതുപോലെ OBC OEC കാറ്റഗറിയിലുള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് SC ST വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലെ സാമ്പത്തിക സംവരണ ആനുകൂല്യമുള്ള EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റും നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷ നൽകാനായിട്ട് അപേക്ഷാ ഫീസ് കൂടി വേണം. അപ്പോൾ അപേക്ഷ നൽകിയ ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് കോളേജിൽ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അതത് യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകണമെങ്കിൽ അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കണം. കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കേണ്ടതാണ്.
അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അതത് യൂണിവേഴ്സിറ്റികളുടെ പ്രോസ്പെക്ടസും അതുപോലെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾസും അതുപോലെ ആ ഒരു അലോട്ട്മെൻറ്റിൽ കോളേജുകളിലുള്ള പ്രോഗ്രാംസുകൾ ഏതൊക്കെ കോഴ്സുകളാണ് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകൾ ഉള്ളത്, അതുപോലെ ആ ഒരു കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും ഫീസിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓരോ യൂണിവേഴ്സിറ്റി കീഴിലും സെൽഫ് ഫിനാൻസ് കോളേജ് അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജുകളുണ്ട്. അപ്പോൾ എയ്ഡഡ് കോളേജ് ഗവൺമെൻറ് കോളേജുകളെ താരതമ്യം ചെയ്യുന്ന സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജ് അത് ഗവൺമെൻറ്റിന് കീഴിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരുന്നാലും ഫീസ് കൂടുതലായിരിക്കും. അത് സെമസ്റ്ററിന് ഫീസ് കൂടുതലായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകാം. ഒരു കോളേജില്ല ഒരു യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് ആണ് വെക്കാൻ സാധിക്കുക. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയും 20 വീതം നിങ്ങൾക്ക് കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിൽ താരതമ്യേന ഫീസ് കൂടുതലായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻസ് ആണ് വെക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു വെബ്സൈറ്റിലും പ്രോസ്പെക്ടസ് ലഭ്യമായിരിക്കും. അപ്പോൾ ആ ഒരു ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതത് യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ ചില യൂണിവേഴ്സിറ്റിക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടായിരിക്കുന്നതല്ല, എന്നാൽ ചില യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ബോണസ് പോയിൻ്റ് നൽകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെയുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നതിനായിട്ട് നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും ഷെഡ്യൂളും അതുപോലെ അലോട്ട്മെൻറ്റ് വരുന്ന സമയവും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓരോ അലോട്ട്മെൻറ്റ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന സമയത്തും വിദ്യാർത്ഥികൾ ചില യൂണിവേഴ്സിറ്റിയിൽ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ ചില കോളേജിൽ ഓരോ അലോട്ട്മെൻറ്റിലും ഫീ പേയ്മെൻറ്റ് ചെയ്യും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട രീതിയിലുള്ള ആ ഒരു യൂണിവേഴ്സിറ്റികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾസ് ഇതുപോലെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾസൊക്കെ നോക്കിയിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓട്ടോണോമസ് കോളേജിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ അതത് ഓട്ടോണോമസ് കോളേജുകളിൽ, അതായത് മഹാരാജാസ് പോലുള്ള ഫറൂഖ് കോളേജുകൾ പോലുള്ള ഈ ഓട്ടോണോമസ് കോളേജുകളിലേക്കുള്ള അപേക്ഷ വിദ്യാർത്ഥികൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ ഒരു ചില യൂണിവേഴ്സിറ്റിയുടെ മെയ് 31 ഉണ്ട്, അതുപോലെ ജൂൺ 1 ഉണ്ട്, അതുപോലെ ജൂൺ 7 ഉണ്ട്, അതുപോലെ ജൂൺ 7 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആ ഒരു കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളുടെയും ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് കൊണ്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.